അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കേണ്ട ചോദ്യം, ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങളിലാണോ ശിർക്ക് വരുന്നത്? ചോദിക്കുക പറയുക എന്നുള്ള കർമ്മത്തിൽ ശിർക്ക് വരുമോ? ഒരിക്കലും വരില്ല. ശിർക്ക് വരുന്നത് വിശ്വാസത്തിലല്ലേ. ചോദിക്കുക പറയുക എന്നുള്ളത് കൊണ്ട് ശിർക്ക് വരുമോ? ഒന്നും വരില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകലാന്നല്ല. എന്താ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം, സൃഷ്ടികളോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് ഏത് ഖുർആനിലാ പറഞ്ഞത്? എവിടെ അങ്ങനെ പഠിപ്പിച്ചത്? അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഉരുട്ടി ഉണ്ടാക്കുക. കുറച്ച് കഴിയുമ്പോൾ വേറെ ഉള്ളവരെ അതിനെ എതിർക്കുമ്പോൾ ഓല് വേറെ തൗഹീദായി പോകും. ഇതൊന്നും ഇസ്ലാമായിട്ടും ബന്ധമില്ല കുട്ടികളെ, വെറുതെയാണ് ഇപ്പം ഇതൊക്കെ. കുട്ടികളെ അസ്സലാമു അലൈക്കും. കുട്ടികളെ, ഇസ്ലാമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് കാര്യകാരണ ബന്ധമില്ലാത്ത ഒന്നും ചോദിക്കാൻ പാടില്ല കുട്ടികളെ. അത് ശിർക്കാണ്. വളരെ രസമായിട്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. ഉലൂഹിയത്ത് വകവെക്കാതെ, അതാ ഞാൻ ചോദിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈസാ നബിനോട് എൻ്റെ രോഗം മാറ്റണേ, എൻ്റെ പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? എന്റെ പാപം പൊറുക്കണേ എന്ന് അദ്ദേഹത്തോട് തേടുന്നില്ലല്ലോ. അപ്പൊ ഉലൂഹിയത്തെ വകച്ചു കൊടുത്തോണ്ടാണല്ലോ. എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ പാപം പൊറുക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ പിന്നെ പാപം പൊറുക്കണേ എന്ന് അദ്ദേഹത്തോട് തേടുന്നുണ്ടെങ്കിൽ അത് ഇലാഹാക്കിക്കൊണ്ടതാണ്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസയാണ് അല്ലാഹു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം ആളുകൾ സത്യനിഷേധികളായിരിക്കുന്നു എന്ന് കാണാം. കണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മുടെ റഫീഖ് സഖാഫി ഉസ്താദ് തന്നെ, അതായത് മരിച്ചുപോയ മഹാത്മാക്കളോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തേടാം എന്ന് വാദിക്കുന്ന ഇസ്തിഗാസാവാദിയായിട്ടുള്ള റഫീഖ് സഖാഫി ഉസ്താദ് തന്നെ സമ്മതിച്ചൊരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ 40 മിനിറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് നോക്കി. ഇവിടെ ഞാൻ അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മുസ്തഫ സാഹിബ് പറഞ്ഞ എന്താണ്, അങ്ങനെ തരംതിരിവുണ്ടോ? അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യം അങ്ങനെയൊക്കെ തരംതിരിവുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് ഇസ്ലാമിലില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ അബ്ദുള്ള ദാരിമി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആരോട്? റഫീഖ് സഖാഫി ഉസ്താദിനോട്. എന്തായാലും ചോദ്യം, ആ ചോദ്യങ്ങൾ കേട്ടല്ല. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഈസാ നബിയോട് എൻ്റെ പാപം പൊറുക്കണേ എന്ന് തേടിയാൽ അതിൻ്റെ വിധി എന്താണ്? അതിൽ ശിർക്ക് വരുമോ എന്നുള്ള രൂപത്തിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വ്യക്തമായി പറയുന്നു, പാപമോചനം അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അതെന്താണ്? ഉലൂഹിയത്ത് അവർക്ക് വകവെച്ച് കൊടുക്കലുമാണ്, അത് ശിർക്കുമാണ്. അപ്പോൾ രണ്ട് കാര്യം വ്യക്തമായി. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പാപമോചനം. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ചില കാര്യങ്ങൾ, ഉദാഹരണം പാപമോചനം. അത്തരം കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ, ഇലാഹ അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ തേടുന്നത് എന്നൊരാൾ വാദിച്ചാൽ പോലും അതിൽ ഷിർക്ക് വരും, ഉലൂഹിയത്ത് കൽപ്പിക്കൽ അവിടെ വരും, അവിടെ ഇലാഹ ആക്കൽ വരും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റഫീഖ് സഖാഫി. അപ്പോൾ ഒമിൻ അസ്മാഇഹി, അവൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ് അൽ വഹാബ്. വഹാബ് എന്ന നാമം. അപ്പം നൽകുന്നവൻ അള്ളാഹുവാണ്, ഏറ്റവും കൂടുതലായിട്ട് നൽകുന്നവൻ അവനാണ്. യഹബുൽ ആഫിയത്ത, അവൻ ആഫിയത്ത് നൽകുന്നു. നമ്മൾ ആഫിയത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ വലാ യഖ്ദിറുൽ മഖ്ലൂഖ്, മഖ്ലൂഖിന് കഴിയുകയില്ല അൻ യഹബഹ, അതിനെ നൽകാൻ, ഇതിനെ ആഫിയത്ത് നൽകാൻ. ആഫിയത്ത് നൽകാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. വയഹബുൽ ഖുവ്വത, അവൻ ഖുവ്വത്ത് നൽകുന്നു, ശക്തി നൽകുന്നു. വലാ യഖ്ദിറുൽ മഖ്ലൂഖ് അൻ യഹബഹ, ശക്തി നൽകാൻ ഒരു പടപ്പിനും കഴിയില്ല. തഖൂലു, നീ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, യാ റബ്ബി ഹബ്ലി അൽ ആഫിയ, റബ്ബേ എനിക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന്. എല്ലാ കാര്യങ്ങളും സൗഖ്യമാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീനില്, ദുനിയാവില്, ആഖിറത്തില്, ശരീരത്തില്
മാലില് അഹ്ലില് ഒക്കെ ആഫിയത്ത് എന്ന് പറയും. അതൊക്കെ ആഫിയത്ത് നൽകാന്ന്. അപ്പൊ അത് ആർക്കും നൽകാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. തഖൂലു യാ റബ്ബി ഹബ്ലി അൽ ആഫിയ, റബ്ബേ എനിക്ക് നീ ആഫിയത്ത് നൽകണേ. വലാ തസ്അലു മഖ്ലൂഖൻ ദാലിക, ഒരു പടപ്പിനോടും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഫിയത്ത് ചോദിക്കാൻ പറ്റില്ല. അത് പാടില്ല, കഴിയില്ല. അത് അവർക്ക് നൽകാൻ കഴിയില്ല. പിന്നെ നൽകാൻ കഴിയാത്തത് ഒരു പടപ്പിനോട് ചോദിക്കാനും പറ്റില്ല. വഇൻ സഅൽതഹു, ഇനി നീ ഒരു പടപ്പിനോട് ആഫിയത്ത് ചോദിച്ചാലോ ലം യഖ്ദിർ അലൈഹി, ആ പടപ്പിന് സൃഷ്ടിക്ക് അത് നൽകാൻ കഴിയുകയില്ല, അതിനുമേൽ കഴിയുകയില്ല. വതഖൂലു ഇൻദ ളുഅഫിക, നിനക്ക് ദുർബലത ഉണ്ടാകുമ്പോ നീ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, യാ ഹബ്ലി യാ റബ്ബി യാ റബ്ബി ഹബ്ലി ഖുവ, റബ്ബേ എനിക്ക് നീ ഖുവത്ത് ശക്തി നൽകണേ. വൽ മഖ്ലൂഖു ലാ യഖ്ദിറു അലാ ദാലിക്, ഒരു പടപ്പിന് ശക്തി നൽകാൻ കഴിയില്ല എന്ന്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഇബാറത്തുകൾ, ഉദ്ധരണികൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കി. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.